എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഷകലയുടെ വീഡിയോ തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടില്ല, എന്നാലും മറ്റുള്ള കമന്റ് ബോക്സ് ആയിട്ട് നിങ്ങൾക്കൊരു റീച്ചിന് വേണ്ടി അല്ലെ നിങ്ങൾക്കൊരു കണ്ടന്റ്, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ എന്തിനത് ചെയ്യുന്നു, അവർ ഒളിച്ചൊടിപ്പ് അവർ ജീവിക്കട്ടെ, ഇങ്ങനത്തെ ഒരു കമന്റ്. ഈ കമന്റിന് ഒരു മറുപടി ഉണ്ട്. പല കമന്റ് ബോക്സിൽ കണ്ടപ്പോൾ ഞാൻ ഇത് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ KK ഫാമിലിയുടെ സിന്ധു പറഞ്ഞ പോലെ, സിന്ധു കൃഷ്ണ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സ്വന്തമായിട്ടൊന്നും കണ്ടന്റ് ഇല്ല, മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന വൃത്തികെട്ടവർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഞാൻ സമ്മതിച്ചു തരാം, മറ്റുള്ളവരുടെ കണ്ടന്റ് ആണല്ലോ എടുക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് കീറി മുറിച്ച് വിമർശനം തന്നെയാണ് ഈ നടത്തുന്നത്. അപ്പൊ അതിന്റെ അകത്തെ ശരിയും തെറ്റും വരുന്നുണ്ട്, ഇല്ലായൊന്നുമില്ല. ഇപ്പം ഈ റിയാക്ഷൻ ചാനലുകൾ വെറുതെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമില് ഈ ഓൺലൈൻ വഴി ഡ്രസ്സ് ചുരിദാറൊക്കെ ഉള്ളവർ ബുക്ക് ചെയ്ത് ഇഷ്ടംപോലെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്, കാശ് പോകുന്നുണ്ട്. അപ്പം അത് അങ്ങോട്ടും കൊണ്ട് ചർച്ച ചെയ്യുന്നോണ്ട് പറഞ്ഞാണ്. ഇതിന്റെ അകത്ത് ഒരു ഇൻസ്റ്റാ പേജ് ഞാൻ പറയുന്നില്ല, ഇസ്മി കൈസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത് ഇന്നും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻസ്റ്റാ പേജ് പണ്ട് തൊട്ടേ കൈസ് ചെയ്യും. ആ ഒരു പേജിനെ പറ്റി അവര് ജനങ്ങളെ പറ്റിച്ചൊരു പരുവാക്കിയിട്ടിരിക്കുക. ഈ അടുത്ത് സഹിയായിട്ട് ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുത്ത് കേസ് ഇവർക്ക് പ്രതികൂലമായിട്ട് വിധിച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ആ പേജിന്റെ ഉടമസ്ഥയെ നമ്മൾ ഇന്നലെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ക്ഷമയൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അബദ്ധം പറ്റി അവരുടെയൊക്കെ എന്തോ പേഴ്സണൽ പ്രശ്നത്തിന്റെ പേരിലൊക്കെ ശ്രദ്ധിക്കാതെ വന്നത്. അതെന്ന് വെച്ചാൽ അവരുടെ സ്റ്റാഫിന്റെയൊക്കെ അഹങ്കാരം ഫോൺ ചെയ്താൽ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ അഹങ്കാര അവരുടെ സംസാരത്തിലൊക്കെ വരുന്നത്. ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇൻസ്റ്റാ പേജ് നിങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒരു വട്ടം ഓർഡർ ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. വളരെ പ്രസക്തരായ ഒരു പേജ്, അവർക്ക് വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അവിടെ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ ഒരു സാരി കാണിക്കുകയാണ്, എനിക്ക് തോന്നിയതാ കേട്ടോ, 1,00,000 രൂപ വരെയുള്ള കാഞ്ചീപുരം സാരികൾ നമ്മളെ ഇങ്ങനെ നിവർത്തി കാണിച്ചിട്ട് എന്തോ ഒരു ലുക്കോ എന്തോ ഒരു ഭംഗിയാകാണ്. ഇതിന് അവര് പറയുന്നത് കാഞ്ചീപുരം അവരെവിടെയും പറയില്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ് കാഞ്ചീപുരം ആയിരിക്കും അവര് കാണിക്കുന്നത്. പക്ഷെ അവര് ലോക്കൽ സാരി കാണിക്കുന്ന മാതിരി കാണിച്ചിട്ട് 1,200 രൂപ എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു ഭംഗിയാണോ ആ സാരിക്ക്, ഇതിനൊക്കെ 1,500 രൂപയ്ക്കൊന്നും കടയിൽ ചെന്ന ഇപ്പൊ ജയലക്ഷ്മിയിലോ എവിടെയെങ്കിലൊക്കെ ചെന്നാൽ ഒന്നും കിട്ടുകയില്ല. ഇവരിത് എവിടെന്ന് ഗുജറാത്തിൽ നിന്ന് എവിടെന്നെങ്കിലും ലാഭത്തിൽ കൊണ്ടുവന്നിട്ട് അവര് വലിയ ലാഭം എടുക്കാൻ വിൽക്കുന്നതായിരിക്കും എന്നൊക്കെ കരുതിയായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ആ സാരി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാകുന്നത് എന്താണെന്ന് പറയാം, അവിടെ എന്നാ ഷോയിൽ അവര് കാണിക്കുന്ന സാരിക്ക് ചിലപ്പോൾ 1,00,000 മേലെ ഉള്ള വല്ല കാഞ്ചീപുരം ഡെമോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കും. ഇത് വെറും ഫുട്പാത്തിൽ നിന്ന് അയക്കുന്ന സാധനമായിരിക്കും. ഇത് ആ നിറം മാത്രം കാണും, സംഭവം വേറെ എന്തോ ആണ്. നമുക്ക് എവിടെ ഉടുക്കാനും പറ്റില്ല, ചുറ്റിക്കൂട്ടി ദൂരോട്ട് കളയാൻ പറ്റും. ഇങ്ങനെയാണ് ഓൺലൈൻ തട്ടിപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള പേജുകളെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ ചാനലുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അപ്പൊ അത് ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ലേ, പേര് സഹിതമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അതൊരു ഉപകാരമാണ്, അവിടെ നിന്ന് വാങ്ങരുത്, തട്ടിപ്പിനിരയാകും എന്ന് മനസ്സിലാവും. അപ്പൊ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നത് ശരിയല്ലേ? കുറച്ചെങ്കിലും ശരിയുണ്ടല്ലോ. പിന്നെ ക്ലിക്ക് ത്രൂവിന് വേണ്ടി മിസ്ലീഡിങ് തമ്പനയിലൊക്കെ ചിലരൊക്കെ വെക്കും, ഞാൻ അങ്ങനെ വെക്കാറില്ല. പിന്നെ ഇപ്പൊ എന്റെ ചാനലിൽ വരുന്ന കാലങ്ങളായിട്ട് വരുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ട്, അവരത് കമന്റ് ഇട്ടിട്ടുണ്ട്. മായ വന്ന് പറയുമ്പോൾ മായ നുണ പറയുന്നില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കാൻ. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ നുണ അറിഞ്ഞുകൊണ്ട് പറയല്ല ചാനലിൽ വന്ന്, പക്ഷെ സോഷ്യൽ മീഡിയ കിടക്കുന്ന കണ്ടന്റ് ആണ് എടുക്കാറുള്ളത്. അപ്പൊ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാം. നമ്മളെടുത്ത് അത് അങ്ങനെ വിശ്വസിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ദേഹ കിടക്കുന്നത് തിരിഞ്ഞു മറിഞ്ഞ് വേറെ ഇതായിട്ട് വരാം. അപ്പൊ നമ്മൾ നുണ പറഞ്ഞു പോലെ ആകും. അങ്ങനത്തെ ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റാറുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഷകലയുടെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ഉപകാരം കിടപ്പുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. ഞങ്ങൾ റിയാക്ഷൻ ചാനലെല്ലാം എടുത്തിട്ട് ഇത് ചെയ്യുമ്പോഴും അതിന്റെ അകത്തൂടെ എല്ലാം വെക്കുന്ന ക്ലിപ്പുകളോ അനുഭവ കാര്യങ്ങളോ എല്ലാം എല്ലാ ഡോക്ടർമാരും മനസ്സാക്ഷന്മാരും ഒക്കെ പറഞ്ഞ ക്ലിപ്പുകൾ ഉൾപ്പെടെ നമ്മൾ വെക്കുമ്പോൾ ഈ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് ഭാര്യ ഒളിച്ചോടുന്നോ, അല്ലെ ഭാര്യ ഇട്ടിട്ട് ഭർത്താവ് ഒളിച്ചോടുക, അപ്പുറം ഇപ്പുറം 2 കുടുംബമൊക്കെ അനാഥാക്കി വല്ലാത്ത മുറിവേൽപ്പിച്ചിട്ടല്ലേ ഇവർ ഈ ഒളിച്ചോടുന്നു. ഇവരുടെ സ്വാർത്ഥതയാണല്ലോ ഈ ഒളിച്ചോട്ടം. വെറുതെ തൊലിപ്പുറമേ തോന്നിയൊരു കാമത്തിന്റെ പേര് ചെയ്യുന്ന, അല്ലാതെ ഇവർക്ക് ജീവിക്കാൻ അവിടെ ഒത്തുകൊണ്ടുണ്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഇനി ആ പ്രണയിച്ച ആളെ തന്നെ കെട്ടണേ പോലും വീട്ടുകാരുൾപ്പെടെ പറഞ്ഞ് സംഭവം നടക്കാവുന്നതാണ് ചെയ്യാം.
ഈ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ വലിയ നല്ല കാര്യമല്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു മെസ്സേജാണ് സോഷ്യൽ മീഡിയക്ക് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒളിച്ചോട്ടത്തിന് പോയാ ഇത് പിന്നെ അവര് ഈ ഇപ്പൊ ആരെങ്കിലും ഒളിച്ചോടന്റെ ഇപ്പൊ വിട്ടപ്പോ ഇപ്പൊ പോന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ ടീമുണ്ട്. അപ്പൊ അവർ ഈ കമന്റ് ബോക്സ് ആണെങ്കിലും വായിക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് പല അനുഭവകഥകൾ ചിലർ എഴുതിയിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം എന്റെ കമന്റ് ബോക്സ് ഉണ്ടായിരുന്നു. എന്റെ അടുത്തുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പോയതാണ്, പോയിട്ട് അവൻ തല്ലി ഉപേക്ഷിച്ച് തിരിച്ചുള്ള കാശും എല്ലാം മേടിച്ചെടുത്തിട്ട് അവൻ പറഞ്ഞു വിട്ടിട്ട് ആ സ്ത്രീക്ക് ഇപ്പോൾ മാനസിക രോഗിയായിരിക്കുകയാണ് ആ സ്ത്രീന്ന്. ആ ഒരു കമന്റ് ഞാൻ കണ്ടു. അതൊരു സത്യമാണ്. അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കമന്റ് വായിക്കുമ്പം ഈ ചാടാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വീണ്ടും വിചാരം തോന്നാം. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇവൻ ഈ പറയുന്ന പോലെ എന്റെ പുറമേയുള്ള ഭംഗി കണ്ടിട്ട് അവൻ കൊണ്ടുപോവാണെ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ ആ ഭംഗിയോടുള്ള ആകർഷണം അവിടെ തീരുമ്പോ അവൻ എന്നെ തിരിച്ചു വിടും എന്നൊക്കെ വേണമെങ്കിൽ ഈ ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവർക്ക് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ കമന്റ് ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞു തരുന്നത് വേണ്ട പോട്ടെ, ഞങ്ങള് കൊള്ളില്ലാത്തവരാന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുന്ന കമന്റ് ഉണ്ടല്ലോ, അത് കണ്ടിട്ടേലും ചാടാൻ പോകുന്നവർ ചാടാതിരുന്ന ഉപകാരമല്ലേ ഈ വീഡിയോ. ഇന്ന് പറഞ്ഞ വിഷയം ഷഹന പോയിട്ട് ഷഹനയുടെ 14 പവനോ കുറെ പണമൊക്കെ എടുത്തോണ്ട് കൊച്ചിനെയും കുട്ടിയാണല്ലോ പോയത്. അപ്പൊ ഇവളെയും തല്ലി, ആ സ്വർണത്തിന് വേണ്ടി ഇവളെയും തല്ലി, ആ കൊച്ചിനെ ഉപദ്രവിച്ചു, സ്വർണം പിടിച്ചെടുക്കാനൊക്കെ ഒരുങ്ങി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് എന്റെ വീട്ടുകാരുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ആദ്യ ഭർത്താവ് സ്വീകരിക്കില്ലെന്നാണ് തോന്നുന്നത്. വീട്ടുകാരുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ കൂടെയാണ് ഷഹല പോയിരിക്കുന്നത്. കൊച്ചിന്റെ അച്ഛന് കൊടുക്കുകയും ചെയ്തു പോലീസുകാര്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിരുന്ന കൊച്ചച്ഛന്റെ കൂടെ പോണോന്ന് പറഞ്ഞോ അതോ പോലീസുകാരെടുത്ത തീരുമാനമാണോ കൊച്ചിനെ അച്ഛന്റെ കൂടെ വിട്ടത്, അതോ ഷഹല കൊടുത്തതാണോ എന്നൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്നതനുസരിച്ച് ഷഹല തന്നെ കാമുകന്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞു, പോകണ്ട, അതിനോടകം പോലീസ് പിടിക്കുന്നതിനോടകം അവൻ ഒത്തിരി വട്ടം അവളെ ഉപദ്രവിച്ച് പെട്ടുപോയാലേ ചിലപ്പോൾ പോലീസ് പിടിച്ചത് ഉപകാരമായെന്നായിരിക്കും. മുജ്ജന്മ സുഹൃത്തം എന്നൊക്കെ പറയുന്ന പോലെ പോലീസ് പിടിച്ചത് ആ പെണ്ണിന് ഉപകാരമായെന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന വാർത്ത. ഞാൻ ആയിട്ട് പോയി ബാലുശ്ശേരിയോ എവിടാണെ പോയി, ഞാൻ പോയി ബാലുശ്ശേരി ഓമശ്ശേരി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കോഴിക്കോട്. ഞാൻ പോയി അന്വേഷിച്ചെടുത്തല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വാർത്തയാണ് തരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളതിന്റെ അകത്ത് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അതാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇങ്ങനെ അതെനിക്കറിയാം. കുറെ യൂട്യൂബേഴ്സ് ഇത് കേരളത്തിൽ തന്നെ നടക്കുന്ന കാര്യമാണല്ലോ. അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഞങ്ങളുടെ അടുത്താന്ന് പറയാം. അപ്പൊ അവരൊക്കെ ഇൻസ്റ്റ വന്നിട്ട് അവരുടെ അടുത്താണെങ്കിൽ ഉള്ള വിവരങ്ങൾ പറയുന്നതനുസരിച്ച് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വാർത്ത വിശ്വസിക്കാമെങ്കിൽ ഒരു കാര്യം ഉറപ്പല്ലേ, ചാടാനിരിക്കുന്നവർ ഇതൊക്കെ അറിയണം, ഇതൊക്കെ വീഡിയോ ചെയ്ത് അറിയണം. സോഷ്യൽ മീഡിയയിൽ ഇത് വീഡിയോ ചെയ്ത് ഇതുപോലെ ചാടാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിൽ നിന്നെങ്കിലും ഒരു ബോധം ഉണ്ടാകണം. ആ പെണ്ണിന്റെ കയ്യിൽ
അത്രയും 10-14 പവന്റെ സ്വർണ്ണമുണ്ട്. ആ സ്വർണവും ആ പെണ്ണിന്റെ ശരീരത്തിനോടുള്ള പൂതിയും കഴിയുമ്പോൾ അവൻ തീർച്ചയായിട്ടും അതിനെ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒരുപക്ഷെ വേറെ ആർക്കായാലും വിറ്റിട്ട് പോരാം, അല്ലെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പം ഇങ്ങനെ ഒളിച്ചോടാൻ തയ്യാറായ ദിവ്യ പ്രണയമൊന്നും അല്ല ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ, ദിവ്യ പ്രണയമൊന്നും അല്ല, വെറും തൊലിപ്പുറമേയുള്ള പ്രണയമാണ്. അപ്പം ഈ ഒരു ഇതിനു വേണ്ടി ഇപ്പൊ ചാടുമെന്നും പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊരു അനുഭവമാണ്. കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ. അവള് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞു കൊച്ചിനെ വരെ അയാൾ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരു വലിയ പാഠമുണ്ട്. ഈ അക്കരപ്പച്ച കണ്ട് ചാടരുതെന്ന്. അവനവന്റെ ലൈഫിൽ ചെറിയ പ്രശ്നമൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് ഡിവോഴ്സ് ചെയ്തിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക. പിന്നീട് അവനവന് പറ്റിയ ആരെങ്കിലും തപ്പിയെടുക്കാമെങ്കിൽ എടുക്കുക, കല്യാണം കഴിച്ച് വീട്ടുകാരുടെ അനുഭവത്തോടെ പോകാമെങ്കിൽ പോകാം. അപ്പൊ മാന്യമായിട്ടൊരു ഇതുണ്ട്. അവൻ ഉപദ്രവിച്ചാൽ ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. ഇങ്ങനെ ഒളിച്ചോട്ടത്തിന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവനിട്ട് കൊണ്ടേ അടിച്ച് കൊന്നു കൊലവിളി നടത്തിയെന്ന് പറഞ്ഞാൽ പോലും ഒരു പട്ടിക്കുറുക്കനും ചോദിക്കാൻ ചെല്ലുകയില്ല. നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തോട്ട് വരാൻ പറ്റില്ല. അവരോട് അയ്യോ എന്നെ ഇവൻ ഉപദ്രവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യ ഹസ്ബൻഡിനോട് വിളിച്ച് അയ്യോ ഇവൻ എന്നെ ഉപദ്രവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ലോകത്ത് ആരോടും പറയാൻ പറ്റില്ല. ഇരുട്ടത്ത് കൊണ്ട് വെളിച്ചത്ത് മിണ്ടുക എന്ന ആൾക്കാർ പറയില്ലേ, അതുപോലെ മിണ്ടാതിരിക്കേണ്ട അവസ്ഥയായിരിക്കും വരുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അവരെത്ര ഉപദ്രവിച്ചാലും ഒന്നേ സഹിച്ച് തന്നെ കഴിയേണ്ടി വരും. ഇല്ലെങ്കിൽ ഓടി അതിനെക്കാട്ടും വലിയ അധപ്പതനത്തിലേക്ക് അടുത്ത് പോകേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ഷഹലയുടെ ഒളിച്ചോട്ടത്തിൽ പറയുന്നത് ഇത് സത്യമാണെങ്കിൽ ഇതൊക്കെ തയ്യാറായിരിക്കുന്ന കുറെ ടീമുകൾക്ക്, അല്ലെങ്കിൽ ഇതേപോലത്തെ വീട്ടിൽ അസ്വസ്ഥയുണ്ട്, അയ്യോ എനിക്കൊരു കേറേട്ടനുണ്ട്, നിന്നെ ഞാൻ പൊന്നുപോലെ കണ്ണല്ലാത്തെല്ലാം പൊന്നാക്കിയേക്കാന്ന് പഴയൊരു വാചകം ഉണ്ടല്ലോ, കണ്ണ് മാത്രമേ പൊന്നാക്കാതിരിക്കുള്ളൂ ബാക്കി മൊത്തം സ്വർണ്ണമാക്കിയേക്കാം എന്ന് പെണ്ണുങ്ങളെ വീഴിക്കാൻ ആണുങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അതുപോലെ മൊത്തത്തിൽ കയറേട്ടം കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു ആകാശത്ത് നേരെ നൂലയിൽ ഇറങ്ങി വന്ന ഒരു ഗന്ധർവൻ, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും സ്ത്രീകൾ ഈ പ്രണയം ലഹരിയാ. അത് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയി. ആ ലഹരിയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് തീരും, ലഹരി അങ്ങ് താന്നു പോകും. അപ്പൊ നിങ്ങളെ എടുത്ത് ചവിട്ടുകൊട്ടയിലോട്ട് ചുമ്മാതെ എടുത്തങ്ങ് എറി, ചുമ്മാ ഷൂ എന്നും പറഞ്ഞൊരു എയറായിരിക്കും എറിയുന്നത്. അതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ അനുഭവം ഉൾക്കൊണ്ട് പക്വതയോടെ ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തേച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.